ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് 3 തരം പൂവട ഉണ്ടാക്കുന്നതാണ്. ഗോതമ്പ് പൊടി കൊണ്ടും അരിപ്പൊടി കൊണ്ടും പിന്നെ മൈദപ്പൊടി കൊണ്ടും ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. നമുക്ക് ആദ്യം ഗോതമ്പ് പൊടി കൊണ്ട് ശർക്കര വെച്ചിങ്ങാണ്ട് ആവിയിൽ വേവിക്കുന്നത് കാണാം. അതിന് ഞാൻ കുറച്ച് മാവ് എടുക്കണുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ ഒരു കട്ട ഫുള്ള് ഞാൻ ചിരകണില്ല. ഞാനിതിൻ്റെ ഒരു 3/4 ഭാഗം ചിരകണുള്ളൂ. അപ്പോൾ ശർക്കര ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ചിരകി എടുക്കുക. കത്തി വെച്ചിട്ട് ഇങ്ങനെ ചിരകിയെടുത്താൽ മതി. അപ്പോൾ ഞാനതിൻ്റെ 3/4 ഭാഗം ചിരകിയിട്ട് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചിരകിയെടുത്താൽ മതി. പിന്നെ തേങ്ങയാണ് വേണ്ടത്. തേങ്ങ ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തുക്കണത്. പിന്നെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിലാണ് ഗോതമ്പ് പൊടി എടുത്തുക്കണത്. ഇതിലൊരു 3/4 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു 250 ഗ്രാമിൻ്റെ ഒരു കപ്പിൽ അളക്കുമ്പോൾ അങ്ങനെ കിട്ടുക. ഇനി അത് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കണ മാതിരി കുഴച്ചെടുക്കുക. അതിന് തിളച്ച വെള്ളം കൊണ്ടാണ് കുഴച്ചെടുക്കണത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടുങ്ങാണ്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കൂല മാതിരി കുഴച്ചെടുത്താൽ മതി. നമ്മൾ ഉരുളകൾ മെഷീൻമേൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് അമർത്തിയാൽ മതി, നല്ലോണം അമർത്തരുത്. ഇങ്ങനെ മെഷീൻ ഇല്ലാച്ചിട്ട് കുഴപ്പമില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ അങ്ങനെ റൗണ്ടാക്കി എടുക്കുക. ഇനി നമ്മൾ ആവിക്ക് വേവിക്കാൻ ഏത് പാത്രത്തിൽ ആവിക്ക് വേവിച്ച് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റണ ആ പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് നമ്മൾ ഉണ്ടാക്കിയ ആ മാവില്ലേ, അതിക്ക് ഒരു സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയൊരു സ്പൂണിൽ ശർക്കര ഇട്ട് കൊടുക്കുക. കാരണം നമ്മളിത് നല്ലോണം നിറക്കരുത്. നമ്മളെടുത്ത റൗണ്ടിനനുസരിച്ചുള്ള നിറച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇത് പുറത്തേക്ക് ആയാലും പിന്നെ നമുക്കിതിങ്ങനെ ഒട്ടിച്ച് കിട്ടൂല, അപ്പോൾ ഒട്ടിക്കാൻ കഴിയൂല. അപ്പോൾ നമുക്ക് അതിന് പാകത്തിന് നിറച്ചാൽ മതി. എന്നിട്ട് ഇതിങ്ങനെ തലപ്പ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇത് ഇപ്പോൾ എന്താണ്, നമുക്കിങ്ങനെ ഒരു പൂ ഷേപ്പിൽ ഒന്ന് ഷേപ്പാക്കി ഒരു രസത്തിനാക്കി എടുക്കുക. അതിന് നമ്മൾ ഇതിൻ്റെ തലപ്പത്ത് ഇങ്ങനെ കൈ വെച്ച് ചെറുതായിട്ട് ഒന്നിങ്ങനെ നുള്ളി കൊടുത്താൽ മതി. ഇതിൻ്റെ അച്ച് വാങ്ങാനൊക്കെ കിട്ടും. അച്ചില്ലാത്ത നമുക്കിത് ഉണ്ടാക്കാനുള്ളതുള്ളൂ. ഇനി എല്ലാതും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക നമുക്ക്. അപ്പം ഒരുപാട് നിറയ്ക്കരുത്. നിറച്ച് നമുക്കിതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാൻ കഴിയൂല. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് വന്നാൽ പിന്നെ നമ്മളിത് ആവിക്ക് വേവിക്കുമ്പോഴും ഇങ്ങനെ പൊട്ടി ഒലിക്കും ശർക്കര ഇതൊക്കെ. അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് ഇട്ടാൽ മതി. ഞാൻ എടുത്ത അളവിൽ ഒരു 11 എണ്ണമായിട്ട് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇനി ഉണ്ടാക്കി കഴിഞ്ഞിട്ടും തേങ്ങയും ശർക്കര ഇത്രയും ബാക്കിയാണ്. പിന്നെ നമ്മൾക്കിത് തീ കത്തിച്ച് കൊടുത്തുങ്ങാണ്ട് ആവിക്ക് വെക്കണ പാത്രത്തിൽ വെച്ചുങ്ങാണ്ട് നമുക്കിത് വേവിച്ചെടുക്കുക. ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ മേലെയാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളത് റെഡി ആയിട്ടുണ്ട്. ഒന്നും പൊട്ടിയിട്ടും ഇതായിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ ശർക്കര മധുരമൊന്നും പഞ്ചസാര ഒന്നും പറ്റാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കണത് കാണാം. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലാണ് അരിയും പൊടിയും ഒക്കെ അളക്കൽ. ഇതിൽ എടുത്താൽ നമുക്കൊരു 1/4 കിലോത്തിലേറെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇതിലൊരു ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഇതിലാണോ പൊടി എടുക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളം എടുക്കണം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പിന്നെ 1/2 ഗ്ലാസ് അധികം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ചില പൊടിക്ക്
കുറച്ച് ബലം കൂടുതലേക്കാരോ, അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അര ഗ്ലാസ് മാറ്റി വെക്കുന്നത്, അധികം ഒഴിക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇത് അടുപ്പിൽ വെച്ചിട്ട് ഇത് വെള്ളം തിളക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളധികം വെച്ച വെള്ളം മാറ്റി വെച്ചിട്ട് വേണം പൊടി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് നമ്മളാദ്യം വെള്ളം മാറ്റി വെക്കുക, എന്നിട്ട് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത പൊടിൻ്റെ മേലേക്ക് വെള്ളം ഒന്ന് തിളച്ച് കയറിയതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയാൽ മതി. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാൻ. അപ്പോൾ അങ്ങനെ ഇത് പൊടി ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് ഈ വാട്ടിയെടുത്ത പൊടി ഒന്ന് അടച്ച് വെക്കുക. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്കിത് തേങ്ങ ചിരകിയെടുക്കണം. ഒരു വലിയ തേങ്ങൻ്റെ ഒരു പകുതിയുള്ളൂ ഞാൻ എടുത്തിട്ട്, അരമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചിരകിയാൽ മതി, നമ്മൾ ഉണ്ടാക്കുമ്പോൾ കയ്യാണെന്നുണ്ടെങ്കിൽ. പിന്നെ പഞ്ചസാര വേണം. പിന്നെ 2 ഏലക്കായ എടുത്തിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, അത് ഈ തേങ്ങയിൽ മിക്സാക്കിക്കാണ്. ഇനി നമ്മൾ വാട്ടിയ പൊടി ചെറിയ ചൂട് കൊടുക്കാനെ തന്നെ നല്ലോണം കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ കയ്യുമ്പോൾ ഒട്ടുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയോ വെള്ളമോ ഇടയ്ക്ക് ഇങ്ങനെ ആക്കി കൊടുത്തുകൊണ്ട് കുഴച്ചെടുത്താൽ മതി. നല്ലോണം കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കും പോലെ തന്നെ കുഴക്കുക. എന്നിട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കണം. നമ്മളിങ്ങനെ ഉരുളകളാക്കിയത് ഒന്നിങ്ങനെ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ടാവില്ല, അതിമ ഒന്ന് വെച്ച് അമർത്താം. നല്ലോണം അമർത്തരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഈ മെഷീൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഒന്നിങ്ങനെ പരത്തിയെടുത്താൽ മതി, കൈ വെച്ചിട്ട് തന്നെ. ഇങ്ങനെയാണ് വല്യമ്മയൊക്കെ, നമ്മൾ വല്യമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്യലാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ പത്തിരി മെഷീനിലേക്ക് അമർത്തണത്. അപ്പോൾ അതാണ് നമുക്ക് എളുപ്പം ചെയ്ത് കഴിയും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇനി നമുക്ക് അതിക്ക് തേങ്ങ ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ പഞ്ചസാര ചെറിയൊരു സ്പൂണിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മൾ എടുക്കുന്ന റൗണ്ടിനനുസരിച്ചുള്ള തേങ്ങയും പഞ്ചസാര ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് നല്ലോണം ആയാൽ പുറത്തേക്ക് വരും. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ കൂട്ടി പിടിക്കാനൊന്നും കഴിയില്ല, അപ്പോൾ ഒട്ടും ചെയ്യൂല. അപ്പോൾ നമ്മൾ ഗോതമ്പിൻ്റെ കാട്ടിയ മാതിരി തന്നെ ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ നുള്ളി കൊടുക്കുക. ഒരു പൂ ഷേപ്പിൽ ഇങ്ങനെ ഒരു ഡിസൈനായി വരും. അപ്പോൾ പിന്നെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നിച്ച് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. നല്ല ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി. നല്ല എണ്ണ ചൂടായതിന് ശേഷം തീ കുറച്ചൊക്കെ എന്നിട്ട് ഇടുക. അങ്ങനെ നമുക്കിത് 2 സൈഡും വെന്ത് വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കുക. അതെന്ന് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ആവിക്കും വേവിക്കാം. ഫ്രൈ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ നമ്മൾ ഗോതമ്പ് കൊണ്ട് കാണിച്ച മാതിരി തന്നെ ആവിക്കും വേവിക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, ഫുള്ളും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. ഇനി മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കണത് എങ്ങനെയെന്ന് കാണാം. മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കണതിന് പൂവടൻ്റെ കാണാൻ പൂവട പോലെയുള്ളൂ ഉണ്ടാവുക, പക്ഷേ ഇതിൽ തേങ്ങ പഞ്ചസാര ശർക്കര ഒന്നുമല്ല ചേർക്കുന്നത്. അപ്പം ഇത് ഞാൻ 3/4 ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 സ്പൂണ് എണ്ണയും പിന്നെ ഒരു നുള്ള അപ്പസോഡയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇളം ചൂട് വെള്ളം കൊണ്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം.
നമ്മളിങ്ങനെ കുഴച്ചെടുത്തതിൻ്റെ മേലെ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഒന്നിങ്ങനെ വെക്കുക. ഇല്ലെങ്കിൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ വെക്കുക. ഒന്ന് അടച്ചു വെക്കണം. എന്നിട്ട് ഈ ടൈമിൽ നമുക്ക് ഇതൊക്കെ ഒരു മസാല റെഡിയാക്കാം. അതിന് 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം. പിന്നെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതൊക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. കുറച്ച് ഉപ്പിട്ടിട്ട് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടിക്കോളും. നമ്മൾ നേരത്തെ എടുത്ത പച്ചമുളകും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അതും ഇതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് പിന്നെ ഇതൊക്കെ ഒരു 1/4 ടീസ്പൂണോളൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടിയാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ മുളകും പൊടി ഇട്ട് കൊടുക്കണില്ല. മുളകും പൊടിക്ക് പകരം കുരുമുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് കുരുമുളകും പൊടി കുറച്ച് തോനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്നിങ്ങനെ വാട്ടി ഒന്നും കൂടി എടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടുങ്ങാണ്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ തീ ഓഫാക്കാം. വേപ്പിൻ്റെ ഇല ഞാൻ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ ഈ മസാലയ്ക്കൊന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരും. എന്നിട്ട് പിന്നെ നമുക്ക് ഓഫാക്കാം. ഇനി നമ്മൾ പുഴുങ്ങിയ മുട്ട ഒരു മുട്ട 4 പീസാക്കി എടുക്കണം. അപ്പോൾ 12 പീസ് ഉണ്ടാകും. പിന്നെ നമ്മൾ നേരത്തെ കുഴച്ചിട്ട് മാറ്റി വെച്ചതില്ലേ അത് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കുക. അത് ഒറ്റൊരു മാവാക്കിയിട്ട് തന്നെ ഒന്ന് നീട്ടി പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് വല്ല പാത്രത്തിൻ്റെ അടപ്പുണ്ടാവില്ലേ അത് വെച്ചുങ്ങാണ്ട് ഇങ്ങനെ റൗണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിത് പൂവടയാക്കി എടുക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം കുറച്ച് ഉള്ളി നമ്മൾ വാട്ടിയതിന്ന് കുറച്ചിട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഒരു മുട്ടൻ്റെ ഒരു പൊട്ടും വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പൂവട ഉണ്ടാക്കിയില്ലേ അതേ ഷേപ്പിൽ അങ്ങനെ പൂവാക്കി കൊടുക്കുക. നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം നുള്ളി കൊടുക്കണം. നമ്മളെ ഗോതമ്പിൻ്റെ പൊടി അരിപ്പൊടി മതി. മെല്ലെ നുള്ളിയപ്പോഴേ ഒന്ന് ഇറുക്കി തന്നെ നുള്ളിയിട്ട് വേണം. അപ്പോഴുള്ള നല്ല ഡിസൈനായി വരുള്ളൂ. നമ്മൾ ഇതിങ്ങനെ ഓരോ റൗണ്ട് ഇങ്ങനെ അടപ്പ് വെച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന മാവ് നമുക്ക് പിന്നെയും കുഴച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് 12 എണ്ണം ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാകും ഈ അളവിലെടുത്താൽ. അപ്പോൾ അങ്ങനെ ആക്കി പിന്നെ പരത്തിയിട്ട് പിന്നെ അടപ്പ് വെച്ചിട്ട് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അരിപ്പൊടി കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടും കാട്ടിയ മാതിരി തന്നെ ചെറിയ ഉരുളകളാക്കി മെഷീൻ വെച്ചിട്ട് അമർത്തിയിൽ കൈ കൊണ്ട് അമർത്തിയാണ്ട് റൗണ്ടാക്കുകയും ചെയ്യുക. അപ്പോൾ എനിക്ക് അതിലേറെ ഈസി ആയിട്ട് ഇങ്ങനെ തോന്നി, അതാണ് അങ്ങനെ റൗണ്ടാക്കിയത്. എന്നിട്ട് നമുക്ക് എല്ലാതും ഇങ്ങനെ പൂവട ഷേപ്പിലാക്കിങ്ങാണ്ട് നല്ല എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ തീ കുറച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. പെട്ടെന്നായി കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. എനിക്ക് 3 പൂവടി ഇഷ്ടമാണ്. 3 നല്ല രസമാണ് തിന്നാൻ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. നല്ല ടേസ്റ്റ് ഉണ്ടാകും. മുട്ടയും ആ ഉള്ളിയൊക്കെ അങ്ങനെ വരുന്നത് തിന്നുമ്പോൾ. അപ്പോൾ നമുക്ക് എല്ലാതും ഇതുപോലെ പൊരിച്ചെടുത്തിട്ട് ഇതാ ഇപ്പോൾ കണ്ടോ നമ്മൾ പൂവടൻ്റെ അതേ ഷേപ്പായിട്ടില്ലേ. അപ്പോൾ നമ്മൾ തുറക്കുമ്പോഴാണിത് പൂവടക്ക് ഉള്ളിയില്ല, തേങ്ങയില്ല, ശർക്കരയില്ല, പഞ്ചസാരയില്ല, പക്ഷെ മുട്ടയും ഉള്ളിയും വെച്ച് കണ്ടാണ് നല്ല രസം ഉണ്ടാകും.
ഇനി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കറക്റ്റായി കിട്ടണ്ടേ.